ശനിക്കാകെ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ എൻ്റെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ആദ്യം തന്നെ ഐനൂസിന് മേലയച്ചൊന്ന് കയറ്റിയിട്ടുണ്ട്. പിന്നെ അവൾക്ക് ചായയും കഴിക്കാനുള്ളതൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഐനൂസിന് 2 ദിവസമായിട്ട് ചെറുതായിട്ട് ജലദോഷവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടിട്ട് അവളെ ഞാൻ മേല് മാത്രം കഴിക്കുന്നുള്ളൂ കേട്ടോ. 2 ദിവസം കഴിഞ്ഞാൽ ഐനൂസിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ വല്ല പനിയെങ്ങാനും വന്നാലോ എന്ന് ഓർത്തിട്ടാണ്. പിന്നെ ഞാൻ അവൾ കഴിച്ചതിൻ്റെ ബാക്കിയിൽ എനിക്കുള്ളത് കഴിക്കാൻ വേണ്ടിയിട്ടിട്ട് ഞാനും കഴിച്ചിട്ട് നേരെ കുറച്ച് തുണികളുണ്ടായിരുന്നു തിരുമ്പിയത്. അത് വേഗം കൊണ്ടുപോയി ഉണക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അടിച്ചുവാരി തുടക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നേ. എനിക്കിന്ന് പ്രത്യേകിച്ച് പണികളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ടിട്ടാണ് ഞാൻ വേഗം അടിച്ചുവാരി തുടച്ച് കുളിച്ച് കയറിയത്. പിന്നെ കുറച്ച് ചാള ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അത് വേഗം നന്നാക്കിയിട്ട് ഞാൻ നേരെ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതായത് പൊരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നലെ ഉമ്മ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് മോരറിയും ബീൻസ് ഉള്ളതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിന്ന് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. പിന്നെ ഞാൻ വെച്ച കുറച്ച് മീൻ കറിയും ഉണ്ടായിരുന്നേ. അപ്പോൾ അതെല്ലാം ചൂടാക്കിയിട്ട് അത് തന്നെയായിട്ട് ഇന്ന് ഉച്ചക്കത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വെള്ളം ചൂടായത് ഞാൻ ചൂടാറി കഴിഞ്ഞപ്പോഴത്തേക്ക് ജഗ്ഗിലോട്ട് പകർത്തി വെക്കുന്നുണ്ട് കേട്ടോ. ഇതെപ്പോഴും ഞങ്ങൾ രാവിലെ കുടിക്കാൻ വേണ്ടിയിട്ട് വെക്കാറുള്ള സാധനമാണ്. അങ്ങനെ അതെല്ലാം പകർത്തി വെച്ചിട്ട് കൈയും കഴുകി ഞാൻ നേരെ മീൻ വറുക്കാനുള്ളതും അതുപോലെ തന്നെ ചോറ് തിളപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത്. രാവിലെ വെച്ചിട്ടുള്ള ചോറായിരുന്നു, വെന്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വേഗം ചോറ് വേഗം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പുറത്തെ ചട്ടിയിലോട്ട് ഞാൻ എന്താ ബീൻസും ക്യാരറ്റും കൂടെ ഒലുത്തിയതാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം ചൂടാക്കിയിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കഴിക്കാൻ നേരത്തെടുത്ത് കഴിച്ചാൽ മാത്രം മതി. പിന്നെ അതാ ചാളക്കറിയും ഉണ്ട്. പിന്നെ ഞാൻ നേരെ മീൻ വറുക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട് കേട്ടോ. മോരറി ചൂടാക്കിയിട്ടില്ല. ആദ്യം ചോറൊന്ന് തിളപ്പിച്ച് വടിച്ചിട്ട് വേണം ഇനി മോരറിയൊക്കെ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ആ ചാളയൊക്കെ വേഗം പിറക്കി വെച്ചിട്ട് ഞാൻ കുറച്ച് പാത്രങ്ങൾ അവിടെ ഇങ്ങനെ പരന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മുളക് പൊടി ഉപ്പൊക്കെ പരന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം കയറ്റി വെച്ചിട്ട് ഞാൻ നേരെ ചോറ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ചോറ് തിളച്ചതിനപ്പോഴത്തേക്കും ചോറ് ഇളക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് വേവാനുണ്ടായിരുന്നു. അപ്പോൾ വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ആ ചാള പൊരിക്കാനായിട്ട് ഇടയിൽ തന്നെ ഞാൻ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആ സിങ്ങൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബീൻസ് കറിയും അതുപോലെ തന്നെ നമ്മുടെ ചാളക്കറിയും അതുപോലെ തന്നെ മോരുകറിയും എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഒന്ന് തിണ്ണയൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇടുന്നുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോസ് പുതിയതായിട്ട് അല്ലെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ബാക്കിയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് ബൈ.